ചരിത്ര തോൽവിയുടെ നാലാമത്തെയാൾ KJ ഷൈൻ ടീച്ചർ തന്നെക്കുറിച്ച് അപകീർത്തികരമായ വീഡിയോ പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞ് പൊതുപ്രവർത്തകനും പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KM ഷാജഹാനെതിരെ ഷൈൻ പരാതി നൽകുന്നു. എറണാകുളത്തു നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരത്തെത്തിയ എറണാകുളം റൂറൽ പോലീസ് ഷാജഹാന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഈ കേസിൽ തലേദിവസം ഷാജഹാനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനു ശേഷമാണ് പിറ്റേന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച കോടതി ഷാജഹാന് ജാമ്യം നൽകി വിട്ടയച്ചു. ഇത് ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ രോഷം ചെറുതല്ല. തോൽവിക്ക് പ്രധാന കാരണക്കാർ ഇവർ 4 പേരാണെങ്കിലും PV ശ്രീനിജനും വീണ ജോർജും AA റഹീമും R ബിന്ദുവും PM ആർഷോയുമൊക്കെ തങ്ങളുടേതായ പങ്ക് ഈ തോൽവിയിൽ വഹിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ 2 പീഡനക്കേസുകളിൽ പ്രതിയായ വേടനോടൊപ്പം മന്ത്രിമാർ വേദി പങ്കിടുകയും ചലച്ചിത്ര അവാർഡ് കൊടുക്കുകയും ചെയ്തത് ബൂമറാങ് പോലെ തിരിച്ചടിച്ചു. സ്ത്രീ പീഡകരുടെ വളരെ വലിയൊരു പട്ടിക തന്നെ തങ്ങളുടെ പാർട്ടിയിലുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയതും തിരിച്ചടിയായി. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയൊരിക്കലും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവില്ല. ഇപ്പോഴുണ്ടായത് ഭരണവിരുദ്ധ വികാരമാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും ജ്യോതി ബാസുവിനും പശ്ചിമ ബംഗാളിനെ തകർക്കാൻ 33 കൊല്ലങ്ങൾ വേണ്ടിവന്നെങ്കിൽ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പിണറായി വിജയന് അതിൻ്റെ 4-1 സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ.